ഹലോ, അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എന്തെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരുപാട് ദിവസമായാലും ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി മസ്റ്റ് ട്രൈ തന്നെയാണ്. പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാകും, അതൊന്നും കരുതരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലെടുത്ത് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ താരം. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചെമ്മീൻ്റെ തലയും വാലും ഒഴിവാക്കിക്കാണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. മറ്റേത് അതിൻ്റെ മുള്ളൊക്കെ കയ്യിലൊക്കെ കുത്തും അതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിൻ്റെ തലയും വാലും ഒക്കെ ഒഴിവാക്കിക്കാണ്ട് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തല മുഴുവനായിട്ടല്ല, അതിൻ്റെ ആ മുള്ളും കണ്ണും പെടുന്ന ഭാഗമാണ് മുറിച്ച് ഒഴിവാക്കിയിട്ടുള്ളത്, വാലിൻ്റെ പോർഷനും. അങ്ങനെയെല്ലാം ഇനി നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കണം. കാരണം നല്ല പൂയി ഉണ്ടാവും. പൂയി പറഞ്ഞാൽ ചെളി മണ്ണ് അങ്ങനത്തതൊക്കെ ഉണ്ടാകും. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകി അങ്ങനെ ലാസ്റ്റായിട്ട് ഒരു വട്ടം കൂടി കഴുകാനെടുത്താണ്. കാരണം ഇപ്പോൾ തന്നെ ആ ചെമ്മീൻ്റെ കളറൊക്കെ മാറി നമ്മളെ നാച്ചുറലായിട്ട് ഒരു ഫ്രഷ് ചെമ്മീൻ്റെ കളറിലോട്ട് മാറിയിട്ടുണ്ട്. അതിങ്ങനെ കഴുകി ഒരുപാട് പ്രാവശ്യം കഴുകിയെടുത്തപ്പോഴേ, കാരണം അതിൽ എത്രത്തോളം നമുക്ക് ഡസ്റ്റ് വെള്ളത്തിൽ കാണുന്നത് അത്രയും പ്രാവശ്യം കഴുകുന്നത് നല്ലത്. എന്തായാലും നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നല്ല പോലെ കഴുകുക. എന്നിട്ട് ഇത് അവസാനത്തെ കഴുകൽ കഴിഞ്ഞ് നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെക്കണം. ഒരു അരിപ്പയിലോ എന്തെങ്കിലും ഇതിലായിട്ട് ഒന്ന് ഇതാക്കുക, വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാനിടാം. നല്ല പോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു റോസ്റ്റിങ്ങിന് മാത്രമാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ടൈം എടുക്കുന്നത്. കാരണം അത്യാവശ്യം കുക്കാകണം. ഫുള്ളായിട്ട് കുക്കായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിന് ശേഷം വല്ലാണ്ട് കുക്ക് ചെയ്യുന്നില്ല. ഈ റോസ്റ്റിംഗ് ആണ് ഇതിൽ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ നല്ല പോലെ തന്നെ നമ്മൾ ചെമ്മീൻ അവസാനം റോസ്റ്റായി വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പാനിലുണ്ടായിരുന്ന എണ്ണയുടെ ഇതൊക്കെ മാറി റോസ്റ്റായി വന്നതിൻ്റെ തെളിവാണത്. ഇത് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കണം. നല്ല ഒന്ന് തണുക്കിടന്ന് നമുക്ക് വിരിച്ചിട്ട് കൊടുക്കാം, ഒന്ന് പരത്തി കൊടുക്കാം പ്ലേറ്റിൽ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിയാനുണ്ട്. കുറച്ച് ഒരു ഉള്ളിയും വലിയുള്ളിയാണ് ആവശ്യമുള്ളത്. അങ്ങനെ ആ സെയിം പാനിന് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 8-10 ചീരുള്ളി അരിഞ്ഞതാണ്, ചെറിയുള്ളി, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാള നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ല പോലെ റോസ്റ്റാക്കി എടുക്കുക. ഈ ഒരു സവാളയും ചെറിയുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില അങ്ങനെ കഴുകി കണ്ടിട്ട് കൊടുക്കുക. ഈ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ ഇച്ചിരി മസാലയും, വല്ലാണ്ട് മസാലയില്ല, കുറഞ്ഞ മസാലയും ഇതും കൂട്ടിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്കിതിലോട്ട് കാശ്മീരി മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതാകുമ്പോൾ വല്ലാണ്ട് എരിവും ഉണ്ടാകില്ല, എന്നിട്ട് നല്ല നിറവും ഉണ്ടാകും. അങ്ങനെ ഇതിൻ്റെ പച്ചമണം മാറുവാണ് നല്ല പോലെ റോസ്റ്റ് ആവാം. റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് പഴുത്ത തക്കാളിയുടെ ഒരു മീഡിയമാണ്, പഴുത്ത തക്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഉടയാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തായാലും നല്ല പഴുത്ത തക്കാളിനെ നോക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പിട്ടിട്ടില്ലേന്ന് തക്കാളിയുടെ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വെന്ത് വരും, തക്കാളി വെന്ത് വരും. അങ്ങനെ വെന്ത തക്കാളി നല്ല പോലെ തന്നെ നമ്മൾ ഇളക്കുന്ന ചട്ടകം വെച്ചിട്ട് നല്ല പോലെ തന്നെ ഉടച്ചു കൊടുക്കുക. കാരണം ഇതിൻ്റെ വല്ലാതെ പഴുക്കാതെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടയുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. അതിനുശേഷം കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കുക. കാരണം ആ ചെമ്മീനിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. അതുപോലെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അങ്ങനെ അടച്ച് വെച്ച് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ആയിട്ടുണ്ടാകും, നല്ല സെറ്റായിട്ടുണ്ടാകും. അങ്ങനെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കേണ്ട ഐറ്റം തന്നെയാണ്. എന്തായാലും എല്ലാ ചോറിൻ്റെ കൂടെയും കടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.